2026 ജനുവരി 10th എൻ്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്നത്. ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ 9th മന്ത് സ്റ്റാർട്ട് ചെയ്ത് കൃത്യം ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ സ്കാനിങ്ങിന് വേണ്ടി പോകുമല്ലോ, ലാസ്റ്റ് സ്കാനിങ്ങിന്. അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോയത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ നടന്നത് എന്താണെന്ന് വെച്ചാൽ, സ്കാനിങ് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു നെഗറ്റിവിറ്റി ഉള്ളിലുണ്ടായിരുന്നു. എന്തോ ശരിയല്ല, സംതിങ് ഈസ് നോട്ട് റൈറ്റ് എന്നൊരു തോന്നലുണ്ടായിരുന്നു. സ്കാൻ ചെയ്ത് തുടങ്ങി, ഹാർട്ട് ബീറ്റൊക്കെ കേട്ടു. അത് കേൾക്കുമ്പോൾ എപ്പോഴും ഒരു സമാധാനമാണ്. അപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡോക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവരുടെ മെഡിക്കൽ ലാംഗ്വേജ് ആയതുകൊണ്ട് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. എന്നിട്ട് എന്നോട് ചോദിച്ചു എപ്പോഴെങ്കിലും ഫ്ലൂയിഡ് ലീക്കായിട്ടുണ്ടോ എന്ന്. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. ഫ്ലൂയിഡ് ലീക്കായി അത് നമ്മൾ അറിയാമല്ലോ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഫ്ലൂയിഡ് ലീക്ക് എന്ന് പറയുമ്പോൾ വലിയ അളവിൽ വാട്ടർ ബ്രേക്കായി പോകുന്നത് പോലെ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ഡിഡൻറ്റ് ഫീൽ ഇറ്റ്. എനിക്കങ്ങനെ ഒരു ഓർമ്മയില്ല. അങ്ങനെ സംഭവിച്ചിരുന്നില്ല തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞു ഇല്ല. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അവർ എന്തൊക്കെയോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം സ്കാൻ ചെയ്തില്ലേ, ലാസ്റ്റ് സ്കാനിന് ശേഷം പിന്നെ സ്കാൻ ചെയ്തില്ലേ ചോദിക്കുന്നുണ്ട്. ഡോക്ടറെ കൺസൾട്ട് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും എനിക്കെന്തോ തോന്നി, എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ചോദിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് കുഴപ്പമില്ല, എന്താണെങ്കിലും ഇനിയിപ്പോൾ ഡേറ്റ് ആയില്ലല്ലോ, ഇനിയും ഉണ്ടല്ലോ, 1 മാസം ഏകദേശം ഉണ്ടല്ലോ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ വല്ല ടാബ്ലറ്റ്സൊക്കെ കഴിച്ചാൽ ഫ്ലൂയിഡൊക്കെ എടുത്ത് അല്ല ഇഞ്ചക്ഷനൊക്കെ അടിച്ചാൽ മാറുന്ന പ്രശ്നം എന്തെങ്കിലും ആയിരിക്കും. ഫ്ലൂയിഡ് കുറവായാലും എന്താ, കുറച്ച് ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്ത് വെച്ചാൽ അത് കയറ്റാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചാൽ ശരിയാവുമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്തോ ഒരു അത്ര ഹാപ്പി അല്ലായിരുന്നു. സാധാരണ സ്കാനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബേബീൻ്റെ ഗ്രോത്ത് എങ്ങനെയായെന്ന് അറിയാം, ഹാർട്ട് ബീറ്റ് കേൾക്കാം, അവരെ കാണാൻ പറ്റും നമുക്ക്. പക്ഷേ ഇത് ചെയ്യുന്തോറും എനിക്കെന്തോ നെഗറ്റിവിറ്റിയാണ് തോന്നിയത്. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. സ്കാനിങ് റിപ്പോർട്ട് കിട്ടി. അപ്പോൾ കിട്ടിയ പാടെ എനിക്ക് ChatGPT ഇട്ട് നോക്കാണ്ടൊരു സമാധാനം ഉണ്ടാവില്ല. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ChatGPT ഇത് കുഴപ്പമില്ല, നോർമലാണ്, ഓക്കെയാണ്, ബേബി ഓക്കെയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു സമാധാനം. പിന്നെ ഡോക്ടറെ കാണുന്നതിന് മുന്നേ നമുക്കറിയാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, വെറുതെ ടെൻഷൻ അടിക്കണ്ടല്ലോ. അങ്ങനെ ഈ സ്കാനിങ് റിപ്പോർട്ടും ഞാൻ ChatGPT ഇട്ട് നോക്കി. അപ്പോഴാണ് കാണുന്നത് ഒലിഗോഹൈഡ്രോമിനോസ് എന്ന് പറയുന്നൊരു വേർഡ്. ആദ്യമായിട്ട് കേൾക്കുകയാണ്, ആദ്യമായിട്ട് കാണുകയാണ്. അതായത് നമ്മുടെ പ്ലാസൻ്റയിൽ ഫ്ലൂയിഡ് ലെവൽ കുറവാവുന്ന അവസ്ഥയാണ് ഈ ഒലിഗോഹൈഡ്രോമിനോസ് എന്ന് പറയുന്നത്. ഇത് കണ്ടപ്പോൾ ഞാനും പെട്ടെന്ന് ഷോക്കായി. കാരണം ChatGPT പറയുന്നത് ചിലപ്പോൾ ഡോക്ടർ എമർജൻസി സെക്ഷൻ പ്രിഫർ ചെയ്യാം എന്നൊരു സെൻറ്റൻസ് അതിനകത്തുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് കറക്റ്റ് ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകുന്നു, അവിടെ എത്തി പെയിൻ വരുന്നു, നോർമൽ ഡെലിവറി ആവുന്നു. സെക്ഷനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം ഞാൻ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. എക്സസൈസ് നിന്ന് വർക്കൗട്ടൊന്നുമല്ല, വീട്ടിലെ ജോലികൾ വീട്ടുകാർ ചെയ്യിക്കുമായിരുന്നു നോർമൽ ഡെലിവറി ആകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ചെറിയ ചെറിയ വർക്കൗട്ട് ഇടയ്ക്കൊക്കെ ചെയ്യും. ഈ ബട്ടർഫ്ലൈ പോസ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ സ്ക്വാട്സ് ചെയ്യുമായിരുന്നു. കുളിക്കുന്നതിന് മുമ്പേ കുറച്ച് സ്ക്വാട്സൊക്കെ ചെയ്തിട്ടാണ് കുളിച്ചിരുന്നത്. അങ്ങനെ അത്യാവശ്യം ദേഹമൊക്കെ അനങ്ങി മുറ്റമൊക്കെ അടിച്ചു വാരി എല്ലാം ചെയ്യായിരുന്നു. എൻ്റെ വിചാരം നോർമൽ ഡെലിവറി ആകും, എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എൻ്റെ എല്ലാ കണ്ടീഷൻസും ഓക്കെയാണ്. ആകെ ഒരു ഷുഗറിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അതും കൺട്രോൾഡായി. ഓവർ വെയ്റ്റ് ഒന്നുമില്ല, ബേബിക്കും ഇല്ല, ഓവർ വെയ്റ്റ് അല്ല, എല്ലാം കൊണ്ട് ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. മെൻ്റലി റെഡിയുമാണ് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഈ ChatGPT പറഞ്ഞതനുസരിച്ച് ഇത് കുറച്ച് റിസ്കി കണ്ടീഷനാണെന്നൊക്കെ വായിച്ചപ്പോൾ എനിക്കെന്തോ, എൻ്റെ കൂടെ അമ്മയാണ് ഉണ്ടായിരുന്നത്. ഞാൻ അമ്മേനോട് പറഞ്ഞു. അമ്മ പറഞ്ഞു അതൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, പ്രതിവിധി ഉണ്ടാവുമല്ലോ ഡോക്ടറുടെ കയ്യിൽ. എന്തെങ്കിലും വല്ല ഫ്ലൂയിഡൊക്കെ ഇഞ്ചെക്ട് ചെയ്താൽ ചിലപ്പോൾ മാറുമായിരിക്കും. അതുപോലെ ChatGPT അതിൻ്റെ ബാക്കി വായിച്ചപ്പോൾ അതിലിങ്ങനെ കോക്കനട്ട് വാട്ടർ കുടിച്ചാൽ ശരിയാവും എന്നൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഓക്കെ, ഡോക്ടർ ഇപ്പോൾ പറയും ഒന്നുകിൽ റെസ്റ്റ് എടുക്കാൻ പറയും, അല്ലെങ്കിൽ ഇത് കഴിക്കുക, അല്ലെങ്കിൽ വാട്ടർ ലെവൽ കൂട്ടാൻ പറയും, നല്ലോണം വെള്ളം കഴിച്ചിട്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് വാന്നൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാലും ഉള്ളിൽ എന്തോ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി, ഡോക്ടറുടെ അടുത്തേക്ക് കയറി. ഞാൻ അവിടെ ഇരിക്കുന്നതിന് മുന്നേ തന്നെ ഡോക്ടർ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ അയ്യോ എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ടെൻഷൻ ഇരട്ടിയായി. പിന്നെ ഞാൻ ആലോചിക്കുന്നത്, ഇനി ബേബിക്ക് വല്ല പ്രശ്നം ഉണ്ടായിരിക്കുമോ,
ഡോക്ടറെ ഫേസിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് അതാ തോന്നിയത്, എൻ്റെ ബേബി ഓക്കെ അല്ലാത്തൊരു സിറ്റുവേഷനിലാണെന്നുള്ളത് മനസ്സിലായി. ഫ്ലൂയിഡ് ലെവൽ നന്ന കുറവാണല്ലോ പറഞ്ഞൊരു ഡോക്ടർ തന്നെ പേടിച്ചു പോയൊരു അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് ഒരു കോൾ ചെയ്യുന്നു, ഡോക്ടർ സ്കാൻ ചെയ്ത ഡോക്ടർ വിളിക്കുന്നു, എന്നിട്ട് ഇതൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് AFI അതാണ് അതിൻ്റെ ടേം. എൻ്റെ AFI എന്ന് പറയുന്നത് 4.7 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇതിൻ്റെ നോർമൽ റേഞ്ച് 8 to 18 ആണ്. അപ്പോൾ 4.7 എന്ന് പറയുമ്പോൾ എത്രത്തോളം ലോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് ഡോക്ടർ വിളിച്ചു. അപ്പോൾ അവിടുത്തെ ഉള്ള ഡോക്ടർ പറഞ്ഞത് ഡോപ്ലർ ചെയ്തു, ഓക്കെയാണ്, ബേബി ഓക്കെയാണ്, ഹാർട്ട് ബീറ്റ് ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് കുറച്ചൊന്നും ആശ്വാസമായി. എന്നാലും ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ. എന്നെ സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പോലും എന്നെ വിട്ടില്ല. ഡോക്ടർ പറഞ്ഞ് കയറി കിടക്ക്, PV ചെയ്യണം, ഇപ്പം തന്നെ അഡ്മിറ്റ് ആവണം, റിസ്ക് എടുക്കാൻ പറ്റില്ല, ഇപ്പം തന്നെ അഡ്മിറ്റ് ആവണം, എല്ലാവരും വിളിച്ച് പറഞ്ഞോ, റൂം ബുക്ക് ചെയ്യണം എന്നൊക്കെ. ഒറ്റ ശ്വാസത്തിലാണ് ഇതൊക്കെ പറഞ്ഞത്. PV ചെയ്യണം, റൂം ബുക്ക് ചെയ്യണം, മിക്കവാറും C-സെക്ഷൻ വേണ്ടി വരും, നാളെ തന്നെ ഓപ്പറേഷന് റെഡി ആവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും സ്കാൻ ചെയ്യാൻ പോയതാണ് ഞാൻ. ബേബീനെ പറ്റി അറിയാം, ബേബീൻ്റെ ഗ്രോത്ത് അറിയാം, ഹാർട്ട് ബീറ്റ് കേൾക്കാമെന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് പോയതാണ്. അപ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ C-സെക്ഷൻ ചെയ്യണം എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ഡൗണായി. എന്താ ചിന്തിക്കേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. ബേബിയുടെ കണ്ടീഷൻ ആലോചിച്ചിട്ട് അതും ടെൻഷനാണ്. അറിയില്ലല്ലോ ഫ്ലൂയിഡ് ലെവൽ ഇനിയും കുറയുമോ, എൻ്റെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് എനിക്കറിയില്ല. കുറേ റിസർച്ച് ഈ പ്രഗ്നൻസി ടൈമിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും ഈ ഒരു ടേം കണ്ടിട്ട് പോലുമില്ല, ആരും പറഞ്ഞതുപോലും കേട്ടിട്ടില്ല. അപ്പോൾ ഈ ടേം തന്നെ ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ബേബിക്ക് എങ്ങനെ ഇതിനെ എഫക്റ്റ് ചെയ്യുക, ഓഫ് കോഴ്സ് ഫ്ലൂയിഡ് ഇല്ലാണ്ടെന്നാൽ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക്കാണ്. റിസ്ക് എന്നല്ല, അങ്ങനെ ഒരു കണ്ടീഷനിൽ ബേബിക്ക് സർവൈവ് ചെയ്യാൻ പോലും പറ്റില്ല. ആകെ മൊത്തത്തിൽ ടെൻഷൻ അടിച്ച് ആ ടേബിളിൽ അങ്ങനെ കിടന്നു. ഡോക്ടർ പെട്ടെന്ന് തന്നെ PV ചെയ്യാൻ വന്നു. പിന്നെ PV അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാ PV പെയിൻഫുൾ ആയിരുന്നു. ഓരോരുത്തർക്കും ഓരോരോ എക്സ്പീരിയൻസ് ആണ്. ചിലവർക്ക് പെയിൻ ഉണ്ട്, ചിലവർക്ക് നല്ല പെയിൻ ഉണ്ട്, ചിലവർക്ക് പെയിൻ ഇല്ല, ചിലവർ ഓക്കെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ റിലാക്സ് ചെയ്ത് കിടന്നാൽ മാത്രം മതി, വേറെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഓക്കെ എന്നെക്കൊണ്ട് റിലാക്സ് ചെയ്യാൻ ഓക്കെ പറ്റും. പക്ഷേ ഈ ഒരു കണ്ടീഷനും ഒക്കെ കൂടിയായി റിലാക്സേഷൻ എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പെട്ടെന്നാണ് PV ചെയ്തത്. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പെയിൻ എന്ന് വേണമെങ്കിൽ PVനെ പറയാം.